കുറച്ച് വർഷങ്ങളായിട്ട്, കുറച്ച് ദശകങ്ങളായിട്ട് യാഗങ്ങൾ നടന്നു പോരുന്നുണ്ട്. പക്ഷെ ആ യാഗങ്ങളൊക്കെ തന്നെയും ഒരു വിശാലമായ താല്പര്യത്തോടു കൂടിയിട്ടാണ്. ലോകത്തിന് മുഴുവനും ഐശ്വര്യം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അത്തരം യാഗങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് പേർ ആ യാഗത്തിൻ്റെ സംഘാടനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ യാഗത്തിൻ്റെ ഭാഗവാക്കായി തീരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ യാഗത്തെ സമീപിക്കുമ്പോൾ ഈ ഒരു വിശാലമായ ചിന്തയോടുകൂടിയാണ് അവിടെ എത്തിച്ചേരുന്നത്. ഈ ഒരു യാഗം ലോകത്തിൻ്റെ സമാധാനത്തിനും ലോകത്തിനും മുഴുവനും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടിയാണ് നടക്കുന്നത് എന്ന അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരിൽ ലോകസമാധാനം ഉണ്ടാകണം, ലോകത്തിൽ മുഴുവനും ഐശ്വര്യം ഉണ്ടാകണം എന്നൊരു ചിന്ത ഉളവാകുമ്പോൾ ആ ഒരു ചിന്ത തന്നെ തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയൊരു ഇതാണ്. അവരൊക്കെ തന്നെയും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ചിന്തയോടുകൂടി തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ലോകത്തിലുള്ള മനുഷ്യരിൽ മാറ്റം വരുത്താൻ ഇത്തരം യാഗങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക്